പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ടയർഡായി പോകാറുണ്ട്. ചില സമയം ആ ടയർഡ്നെസ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമല്ലേ. ഏത് സാഹചര്യത്തിൽ കൂടി പോയാലും ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ ക്ഷീണം ഇങ്ങനെ നീണ്ടു നിൽക്കാൻ ഒരു കാലത്തും നാം അനുവദിക്കരുത്. കാരണം ശരീരത്തിൽ ക്ഷീണിച്ചാൽ മനസ്സിൽ ക്ഷീണം വരും, മനസ്സിൽ ക്ഷീണിച്ചാൽ ശരീരത്തിന് ക്ഷീണം തോന്നും. എന്നാൽ ഇത് രണ്ടിലും ക്ഷീണം വന്നാൽ ആത്മാവ് എപ്പോഴും ഒരുക്കമുള്ളതാണെങ്കിൽ പോലും ആത്മാവിൽ നമ്മൾ ഞരങ്ങുവാനിടയാകും. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ദമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവമക്കളെ, വെയറിനെസ് അല്ലെങ്കിൽ ടയർഡ്നെസ് അഫക്ട്സ് us ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ആൻഡ് സ്പിരിച്വലി. മാനുഷികമാണ് നാം ടയർഡാകുന്ന എന്നുള്ള കാര്യം. പക്ഷെങ്കിൽ ചില റൂമിനേറ്റിംഗ് തോട്ട്സ്, നമ്മൾ വീണ്ടും വീണ്ടും ചില സംഗതികളെക്കുറിച്ച് വിചാരിച്ച് മുന്നോട്ട് പോയി സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ അത് വളരെ എക്സോസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് ആങ്സൈറ്റിയിലേക്ക് പോകും. പക്ഷേ ഇതിനെയൊക്കെ നാം ഓവർകം ചെയ്തേ പറ്റൂ. അതിനു വേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ ഒരു ബസ് വേർഡ് എല്ലാവരുടെയും ലിപ്സിലുണ്ട്, എവ്രി വൺസ് ലിപ്സ്. അതിനകത്ത് ഫെറ്റീഗ് കാണും, എക്സോഷൻ കാണും, ബേൺ ഔട്ട് കാണും, കമ്പാഷനും ഒക്കെ കാണും. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയുവാനിടയായി, സിസി തീർച്ചയായിട്ടും ബ്രെയിൻ ഹെൽത്ത് ഒന്ന് നോക്കണമേ. നല്ല കാര്യം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ബ്രെയിൻ ഹെൽത്ത്, കാരണം നമ്മളാരും സാധാരണ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. എന്നാൽ എന്നെ വളരെ സ്നേഹിക്കുന്ന, ഞാനും വളരെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആ കൂട്ടുകാരി പറഞ്ഞു, കുറച്ചുകൂടെയൊക്കെ ഉറങ്ങണമെന്ന്. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കൊക്കെ അല്പസമയം കിടന്നു. മറ്റേതങ്ങനെ കിടക്കാറില്ല. ഈ വെയർനെസ് എല്ലാവർക്കും വരും കേട്ടോ. ഇറ്റ്സ് നോട്ട് ന്യൂ. പക്ഷേ നമ്മൾ യെശയ്യാവ് 40 കാണുന്നുണ്ട്, അത് യൗവനക്കാരെക്കുറിച്ചാണ് പറയുന്നത്. അവർ വീക്കായി പോവും, അവർ ടയേർഡായി പോവും. ഈവൻ യങ് മെൻ ഫോളിങ് ഇൻ ടു എക്സോഷൻ എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ താൻ പറഞ്ഞു, താൻ കരുണയുള്ള ദൈവമാണ് അല്ലേ. താൻ നമ്മെ ആശ്വസിപ്പിക്കാൻ എപ്പോഴും റെഡിയായിട്ടിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു, അവൻ്റെ അടുത്ത് വന്ന് നാം വിശ്രമിക്കണം, അവൻ്റെ അടുത്ത് വന്ന് നാം ക്ഷീണം മാറ്റണം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ വെയർനെസ്സിൻ്റെ പ്രോസസ്സിൽ കടന്നു പോകുന്ന ജീവിതങ്ങളെ നമ്മളൊരു റെസ്റ്റിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഒരു കടമയും കടപ്പാടും നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ദിവസം ഫിസിക്കലി റെസ്റ്റ് ചെയ്ത് നമുക്ക് ചിലവഴിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ മനസ്സ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതെങ്കിലും ഒരു റൂമിനേറ്റിംഗ് തോട്ട്സിൽ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ, നമ്മുടെ ആത്മാവ് ഡിസ്ട്രെസ്ഡ് ആണെങ്കിൽ ദൈവകൃപയ്ക്കായിട്ട് യാചിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ച 1 തെസ്സലോനിക്കർ 5:23 പറയുന്നത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും, അതായത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അവർ സ്പിരിറ്റ്, അവർ സോൾ ആൻഡ് അവർ ബോഡി. കിങ് ജെയിംസ് വേർഷൻ ഈ വാക്യത്തിനകത്ത് ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നുണ്ട്, preserve instead of
ബി കെപ്റ്റ് ബ്ലെയിംലെസ് എന്നുള്ളതിന് പറയുന്നുണ്ട് പ്രിസേർവ്. ബൈബിളിക്കൽ മീനിങ് പ്രിസേർവ് എന്നുള്ള വാക്കിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ റിസർവ്, ഒബ്സർവ്, അറ്റൻഡ് ടു കെയർഫുള്ളി, ടേക്ക് കെയർ ഓഫ്, ടു ഗോഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹൗ ഡു വി ടേക്ക് ഓഫ് ആൻഡ് ഗോഡ് അവർ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി വെൻ ഇറ്റ് കംസ് ടു വിയർനെസ്? ക്ഷീണത്തിലേക്ക് വരുമ്പോൾ നമുക്കെങ്ങനെ നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും ക്ഷീണമില്ലാതെ സൂക്ഷിക്കുവാനായിട്ട് പറ്റും? ഹല്ലേലൂയ. നമ്മുടെ ആത്മാവും പ്രാണനെയും ദേഹിയും കൂടെ ഒരുമിച്ച് ഒന്ന് അലൈൻ ചെയ്ത് നല്ലവണ്ണം ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ അത് ഫങ്ഷൻ ചെയ്യത്തക്കവണ്ണം എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? നമ്മളെല്ലാവരും ബിസിയാണ് അല്ലേ? ഇതൊക്കെ പറയുമ്പോൾ പലതും കോൺട്രഡിക്റ്ററി ആയിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെങ്കിൽ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് ഒന്ന് വർക്ക് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ റൂട്ട് ചെയ്തിരിക്കുക. കോമ്പറ്റീറ്റീവ്നെസ് ധാരാളമുള്ളൊരു ലോകത്തിലാണ് നമ്മൾ, അല്ലേ? കമ്പാരിസൺ നടക്കുന്നൊരു കാര്യമായി ലോകത്തിൽ. തോറ്റുപോകുമ്പോൾ എന്നുള്ളൊരു ഭയം നമ്മെ പലപ്പോഴും അലട്ടുന്നൊരു കാലഘട്ടമായത്, അല്ലേ? ആങ്സൈറ്റി ഇതെല്ലാവർക്കും തന്നെ പിടിച്ചിരിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ഇതിനെ എല്ലാം കൂടെ ഇൻ്റർട്വൈൻ ചെയ്ത് നിർത്താൻ വേണ്ടി പെർഫോമൻസും കൂടെ വരും. എല്ലാം കൂടെ വരുമ്പോൾ ക്ഷീണത്തിൽ നിന്ന് പുറത്തു വരാൻ അല്പം പ്രയാസം. ഞാൻ പറയട്ടെ, ചിലതൊക്കെ സമ്പാദിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വാല്യൂ ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ അധികം പരിശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഫിസിക്കൽ റെസ്റ്റിനെ റോബ് ചെയ്യും. കാരണം കൂടുതൽ ഏൺ ചെയ്യണ്ടേ? അപ്പോൾ എന്തു ചെയ്യും? കൂടുതൽ ലോങ്ങർ അവേഴ്സിൽ വർക്ക് ചെയ്യും. അത് നിൻ്റെ മനസ്സിനെ ബാധിക്കും. ഹല്ലേലൂയ. പലപ്പോഴും ഭയം നിന്നെ ഗ്രസിക്കുവാനിടയാകും. ഡിസ്ട്രസ് ജീവിതത്തിൽ കടന്നു വരും. ഞാൻ പറയട്ടെ, ബിബ്ലിക്കൽ മീനിങ് ഡിസ്ട്രസ് എന്നുള്ള വാക്കിൻ്റേത് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് അഡ്വേഴ്സിറ്റി, അഫ്ലിക്ഷൻ, ആംഗ്വിഷ്, ട്രിബുലേഷൻ, ട്രബിൾ എന്നൊക്കെയാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ വാല്യൂ, നമ്മുടെ വേർത്തും എല്ലാം സൂക്ഷിക്കണമെന്നുള്ള ചിന്തയോടുകൂടി നാം ശ്രമിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഡീപ്പ് ഡൗൺ ഇൻസൈഡ് നമുക്ക് തോന്നും വി കാൺട്ട്. പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമുക്കൊരു രക്ഷകനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ സ്പിരിറ്റ് ഡിസ്ട്രസ്സിൽ പോകാതെ ആ രക്ഷകനിലേക്ക് നോക്കുമ്പോൾ നാം റിവൈവ്ഡ് ആയിത്തീരുന്നത്. നമ്മുടെ ഫോളൻനെസ്സും നമ്മുടെ അഫ്ലിക്ഷൻസും അതിൽ നിന്നൊന്നും നമ്മെ തന്നെ രക്ഷിച്ചെടുക്കാൻ വലിയ എളുപ്പമൊന്നുമല്ല. പ്രൈസ് ഗോഡ്. എന്നാൽ എന്തെല്ലാം എക്സ്റ്റേണൽ ഡൈനാമിക്സ് ഉണ്ടെങ്കിലും ഞാൻ പറയട്ടെ, എ സ്പിരിറ്റ് ഓഫ് പീസ്, ഹല്ലേലൂയ, അതിനെ ഒന്നിനും കീഴടക്കുവാൻ പറ്റത്തില്ല. കുഞ്ഞെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനത്തിൻ്റെ ദൈവമുണ്ടെങ്കിൽ നിനക്ക് സ്വസ്ഥത ജീവിതത്തിൽ ലഭിച്ചിരിക്കുക തന്നെ ചെയ്യും. പക്ഷെ ദേഹത്തിന് ക്ഷീണം വന്നെന്നിരിക്കും. നാം വളരെ ക്ഷീണിച്ചിരിക്കുകയെന്ന് മറ്റുള്ളവർക്കും തോന്നും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ബബ്ലിംഗ് ജോയ് തരുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. അതാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. കാക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം കാത്തിരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഗോൾ ആൻഡ് ഡെസ്റ്റിനേഷൻ എന്തായിരിക്കണമെന്നോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതം അനേർക്കൊരു ബ്ലെസ്സിങ്ങായി തീരുവാൻ തക്കണമെന്ന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഉറക്കത്തിൽ സ്ട്രഗിൾസ് വരുവാണെങ്കിൽ ഏത് ഏരിയ ആണെന്ന് മനസ്സിലാക്കുക. മനസ്സിനെ ബിസിയാക്കി വിടരുത്. ഓവർ സ്റ്റിമുലേറ്റ് ചെയ്ത് മനസ്സിനെ വിടരുത്.
അതുകൊണ്ട് ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുക. മനസ്സിനെ സ്വസ്ഥമാക്കുവാൻ തക്കവണ്ണം കഴിയുന്നൊരു ദൈവത്തിൽ നീ റെസ്റ്റ് ചെയ്യുക. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സമാധാനത്തിൻ്റെ ഐഡിയ വാഗ്ദത്തമായി നീ ഞങ്ങൾക്ക് തരുന്നതിനാൽ ഞങ്ങൾ അതിനോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ വിയർനെസ്, ടയർഡ്നെസ്സിനെ ഓവർകം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ ഹൃദയത്തെ കർത്താവേ നീ നല്ലവണ്ണം അറിയുന്നുണ്ടല്ലോ. എന്നെ പരിശോധിച്ച് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആങ്ഷ്യസ് തോട്ട്സ് ഉണ്ടെങ്കിൽ കർത്താവേ അതിനെ നീ എടുത്തു കളയണമേ. ദൈവത്തെ ഒരിക്കലും ഒഫൻഡ് ചെയ്യാതെ വണ്ണം നിത്യജീവനിലേക്കുള്ള വഴിയിൽ ഞങ്ങളെ നടത്തി പരിപാലിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.